സാന്ദ്ര ലിസ്റ്റിനൊരു കംപ്ലൈന്റ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നതാണ്. എന്താണ് പ്രതികരണം? അല്ല, പ്രതികരണം എന്ന് പറയുന്നത് ലിസ്റ്റിന് മാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. അതിനകത്ത് എനിക്കിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതിനകത്ത് യാതൊരുവിധ മാറ്റമില്ല. കാര്യം ഇൻഡസ്ട്രി മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ലിസ്റ്റിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഖാൻ ബഹദൂർ പട്ടം കിട്ടിയ കുടുംബത്തിൽ നിന്ന് വന്ന് സിനിമ ചെയ്യുന്ന ആളൊന്നും അല്ലല്ലോ. എവിടെ നിന്ന് തുടങ്ങി എന്തെല്ലാം ചെയ്തു ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യങ്ങളും കൂടെയാണ് ഇപ്പോൾ ലിസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കൂടാതെ എന്താ പറയുക, ഞാൻ പറഞ്ഞതെല്ലാം വസ്തുതാപരമായിട്ടുള്ളതും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ വളരെ അടുത്തിറങ്ങിയ പടങ്ങളിൽ പോലും ലിസ്റ്റിൻ പലിശയ്ക്ക് കൊടുത്താൽ ലിസ്റ്റിൻ ഓപ്പണായിട്ട് മീഡിയയോട് സംസാരിച്ചതിനകത്ത് അത് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ വട്ടി പലിശയ്ക്ക് എടുക്കുന്ന ആളാണ്, ഞാൻ കൊടുക്കുന്ന ആളാണ്, അതിനിപ്പോൾ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞൊരു കാര്യം ഇന്നും ആക്റ്റീവായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലിസ്റ്റിനകത്ത് കിടക്കത്തില്ല ഇങ്ങനൊരു കാര്യം. ഇതെന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയെ വളരെ മോശമായി ബാധിക്കുന്നുണ്ട്. കുറേ പ്രൊഡ്യൂസേഴ്സിന് ഇതേപോലെ കൊടുത്ത് പടങ്ങൾ വാരിക്കൂട്ടി ലിസ്റ്റിന് വയ്ക്കുമ്പോൾ മറ്റ് നിർമ്മാതാക്കൾക്ക് ഇവരെ ശ്വാസം മുട്ടുകയാണ്. അവർക്ക് പടം ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് പടം കൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല. ലിസ്റ്റിന് ഇങ്ങനെ അസോസിയേഷൻ്റെയൊക്കെ തലപ്പത്ത് കയറിയിരുന്ന് ലിസ്റ്റിൻ്റെ പടങ്ങൾ മാത്രം വിൽക്കും. ബാക്കി ആരുടെയും ഒന്നും സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സംഘടനാ നേതൃത്വത്തിലേക്ക് ഒരാൾ കയറേണ്ടത് അല്ലല്ലോ. അപ്പോൾ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. ഇവിടെയുള്ള ബാക്കിയുള്ളവർ ചെയ്യാത്തൊരു കാര്യം ഞാനത് ചെയ്തു. അതിൽ എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല. ഇപ്പോഴും ഞാൻ അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, നിയമപരമായി തന്നെ നേരിടാൻ ഞാനും തയ്യാറാണ്. ലിസ്റ്റ് 2 കോടിയോ 4 കോടിയോ എത്ര രൂപയ്ക്ക് വേണമെങ്കിലും മാനനഷ്ട കേസ് കൊടുത്തിട്ട് ഞാൻ ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ ഇൻഡസ്ട്രിക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നിയമപരമായി മുന്നോട്ട് നേരത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് ഒരു മാനനഷ്ട കേസ് കൊടുത്തിരുന്നു. ഇപ്പോൾ ലിസ്റ്റിംഗ് കൊടുത്തിരിക്കുന്നു. പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രസിഡന്റ് ഉടനെ തന്നെ കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് നിയമ നടപടികൾ? അല്ല, ഇതൊരു സംഘടിതമായ ആക്രമണമാണ്. ആ ആക്രമണത്തെ നേരിടുക തന്നെ അല്ലാതെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പം അതിനെ ഞാൻ എതിർത്തു. അത് ശരിയല്ല, നിങ്ങളൊരു സ്ത്രീയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എതിർത്തതിനെ സംഘടിതമായിട്ട് എല്ലാവരും കൂടെ എന്നെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇപ്പം എൻ്റെ മുന്നിലൊരു ഷീൽഡാണ്. ഇതിനെല്ലാം എനിക്കിതിനി ഇതല്ലാതെ ഇതെന്താണെന്ന് പറയുക, മറ്റ് സ്ത്രീകൾക്കൂടെ കൊടുക്കുന്ന മെസ്സേജാണ്. കേരളത്തിലെ മറ്റ് സ്ത്രീകൾ കൂടെ കാര്യം എനിക്ക് ഒരു ദിവസം വരുന്ന മെസ്സേജുകളിൽ നിന്ന് പല സ്ത്രീകളും ഇപ്പോൾ സിനിമയിൽ തന്നെ ഉള്ളവരാവണമെന്നില്ല, പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം സിമിലർ ആയിട്ടുള്ള അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു മെസ്സേജാണ് ഈ കാണുന്നത്. നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചുരുട്ടി കൂട്ടി ഒരു മൂലയ്ക്കാക്കാൻ വേണ്ടിയിട്ട് സംഘടിതമായി ശ്രമിക്കുന്നതാണ് ഈ കാണുന്നത്. പക്ഷെ ഞാനതിൽ തളരില്ല. മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അത് എന്തൊക്കെയാണെങ്കിലും സത്യം ജയിക്കും, നീതി വിജയിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഈ പറയുന്ന ലിസ്റ്റിനെ മുന്നിൽ നിർത്തി അവർ മാനനഷ്ട കേസ് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ സെക്രട്ടറിയും ശ്രീ ബി രാഗേഷാണ്. അപ്പോൾ അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിനകത്ത് പിന്നെ നമ്മൾ കൊടുക്കട്ടെ, അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്നുള്ളതല്ലാതെ എന്നാണെങ്കിലും ഇവരുടെയൊക്കെ ഈ പൊയ്മുഖം പുറത്ത് വരാതിരിക്കില്ല. അതിന് ഞാനൊരു നിമിത്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നാളെ മറ്റൊരാൾ വന്നിരിക്കാം. എന്തായാലും ഈ പറയുന്ന ഈ സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി ഇങ്ങനെ അസോസിയേഷൻ്റെ തലപ്പത്ത് കയറിയിരുന്ന് പല നിർമ്മാതാക്കളെയും കൊല്ലാക്കൊല ചെയ്യുന്ന പ്രവൃത്തിയെ ഞാൻ എതിർത്തു. അത് ഇനിയും എതിർക്കുക തന്നെ ചെയ്യും. ഇതിപ്പോൾ കോടതിയിൽ എങ്ങനെയായിരിക്കും? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാനാണോ? തീർച്ചയായിട്ടും തെളിവുകൾ. ഇപ്പം ഈ അടുത്തിറങ്ങിയ ഇപ്പോൾ തുടരും എന്ന് പറഞ്ഞ പടത്തിന് ഇപ്പം നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ എക്സ് പ്രസിഡൻ്റ് ആയിരുന്ന രഞ്ജിത്തേട്ടന് വരെ 75 ലക്ഷം രൂപ ലിസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പടങ്ങൾക്കും ഏതെല്ലാം പടങ്ങളും ലിസ്റ്റിന് പൈസ കൊടുത്തു എന്നുള്ള തെളിവ് തന്നെയല്ലേ. ലിസ്റ്റിന് ഇത് എടുക്കുന്നു, പലിശ കൂട്ടി കൊടുക്കുന്നു. ഇത് 1ഉം 2ഉം പലിശയ്ക്ക് ചെന്നൈയിൽ നിന്ന് എടുക്കുന്നു, ഇവിടെ കൊണ്ടുവന്ന് 8ഉം 9ഉം പലിശയ്ക്കൊക്കെ കൊടുക്കുന്നു. അത് ശരിയല്ല. അത് എന്നിട്ട് പല പാവപ്പെട്ട നിർമ്മാതാക്കൾക്കും ഇത് തിരിച്ചടയ്ക്കാൻ പറ്റാണ്ടായി കഴിയുമ്പോൾ എന്തോരും ഈ പടങ്ങളെല്ലാം ലിസ്റ്റിൻ്റെ പേരിലേക്കായി മാറും. അതിന് അവർ പിന്നെ ലിസ്റ്റിൻ്റെ അടിമകളായി മാറുകയാണ്. അപ്പോൾ അത് പലരും തിരിച്ചറിയുന്നില്ല. തിരിച്ചറിഞ്ഞാൽ പോലും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പാവപ്പെട്ട നിർമ്മാതാക്കൾ മാറുകയാണ്. ഈ മാർച്ചിന് ശേഷം ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന ഈ സിനിമകളുടെ
ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തുവിട്ടില്ല. ബിക്കോസ് അതിൻ്റെ കാരണം, അത് ചോദിച്ചത് നന്നായി. കാര്യം ഇത്രയും നാളും മാസം മാസം കളക്ഷൻ റിപ്പോർട്ട് വന്നിരുന്ന നിർമ്മാതാക്കളുടെ സംഘടന എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 2 മാസം എന്തുകൊണ്ട് വിട്ടില്ല? കാരണം ലിസ്റ്റിൻ്റെ സിനിമകൾ ഇറങ്ങി. ലിസ്റ്റിൻ്റെ പടത്തിൻ്റെ കോസ്റ്റും ആദ്യം പടത്തിൻ്റെ കോസ്റ്റ് 15 കോടി രൂപയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് പടം അങ്ങോട്ട് വർക്കാവുന്നില്ല എന്ന് കണ്ടപ്പോൾ പടത്തിൻ്റെ കോസ്റ്റ് 9 കോടി രൂപയായി മാറി. പിന്നെയും അത് കുറച്ചുകൂടെ കുറഞ്ഞേനെ, ഒന്നുകൂടെ പിടിച്ച മറ്റേ സിനിമയിൽ ഇതിൻ്റെ ആമയുടെ വലിപ്പം പറയുന്നത് പോലെയാണ് ലിസ്റ്റിന്. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ലിസ്റ്റിൻ്റെ ഒരു എന്താ പറയുക കള്ളക്കളികളാണ് ഈ പറയുന്ന അസോസിയേഷനിലെല്ലാം നടക്കുന്നത്. അപ്പം പുള്ളിയുടെ പടം അസോസിയേഷൻ്റെ ട്രഷററായിരുന്നുകൊണ്ട് പുള്ളിയുടെ പടം 2 ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കണക്ക് പറച്ചിലും ഇല്ല എവിടെയും. എത്ര രൂപയ്ക്ക് ചെയ്തു, എത്ര രൂപയ്ക്ക് വിറ്റു, എത്ര രൂപ തിയേറ്റർ കളക്ഷൻ വന്നു, ഇതൊന്നും ഈ 2 മാസമായിട്ട് അറിയും. ഇപ്പം തന്നെ അത് തന്നെ വളരെ എവിഡൻ്റ് അല്ലേ ഇവർ ചെയ്യുന്ന. അതായത് മറ്റ് നിർമ്മാതാക്കൾക്ക് ഒരു നിയമവും ഇവർക്ക് വേറൊരു നിയമവുമാണ്. എന്തുകൊണ്ട് അവർ ചെയ്തില്ല? എന്തുകൊണ്ട് കഴിഞ്ഞ 2 മാസം അവർ ഇത് വിട്ടില്ല? അടക്കി ഭരിക്കുകയാണ്. അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയല്ലോ. ഇതെല്ലാം ഭയങ്കര കളികളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കയറിയിരിക്കുന്നത്. പിന്നെ ഞാൻ കൂടുതൽ എനിക്ക് അയാളെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് യാതൊരു ഉദ്ദേശവും ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോലും സാൻഡ്രയ്ക്ക് കുശുമ്പാണ് എന്നൊന്നും പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിക്കാൻ പോലും നിൽക്കാഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നമ്മുടെ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന, നമ്മൾ മറ്റ് നിർമ്മാതാക്കളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. അത് എനിക്ക് അവിടെ ഉന്നയിച്ചതുകൊണ്ട് അവിടെ ഒരു നീതി കിട്ടത്തില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് അത് പറഞ്ഞത്.